നമസ്കാരം. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ നമുക്ക് കുറേ കാലങ്ങളായിട്ട് കാണുന്ന വാർത്തകളൊക്കെ വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ട്, അതുമൊക്കെ ശരിയാണ്. പക്ഷേ ഈ കുട്ടികളോടുള്ള ക്രൂരത വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 1.5 വയസ്സായ ഒരു കുട്ടിയെ ഇത്രമാത്രം മർദ്ദിച്ച് സ്വന്തം അമ്മ കൂട്ടുനിന്ന്, അതും മനസ്സിലാക്കണം, സ്വന്തം അമ്മ കൂട്ടുനിന്നാണ് ഇതൊക്കെ ചെയ്തതെന്ന് കാണുമ്പോൾ വളരെയധികം ദുഃഖം തോന്നി. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ കാര്യം. ഈ നാട്ടുകാരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ കേട്ടിരുന്നു കുട്ടിയുടെ കരച്ചിൽ, അല്ലെങ്കിൽ കുട്ടിയെ ആക്രമിക്കുന്നത് കണ്ടു ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇത് അന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലോ. നേരത്തെ ആരോടെങ്കിലും ഒരു വാക്ക്, ഒരു പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി അല്ലെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു പോകാൻ. ഇനി ഇവരോട് ഈ കാര്യം ഇങ്ങനെ കൊല്ലുന്ന ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ കൂട്ടു നിൽക്കുന്ന രണ്ടാനച്ഛന്മാരോട്, നിങ്ങൾ അവരെ എന്തിനാണ് ഈ ചെറിയ കുട്ടികളെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത്? എത്രയോ ആൾക്കാർ കുട്ടികളില്ലാതെ നിരാശപ്പെട്ട് ജീവിക്കും. അവർക്ക് കൈ കൊടുത്തുകൂടെ? അല്ലെങ്കിൽ കൊണ്ട് അനാഥാശ്രമത്തിൽ ഏൽപ്പിച്ചുകൂടെ? എന്തിനാണ് ക്രൂരത? ഇത് വേണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇനി ഈ കുറ്റവാളികൾക്കറിയാം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പരമാവധി ഇത്രയൊക്കെ ശിക്ഷ കിട്ടുള്ളൂ, ഞങ്ങൾ കൂളായിട്ട് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വക്കീലന്മാരുണ്ടാകും എന്നിവർക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയുടെ നിയമം മാറ്റി എഴുതേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ ദേശീയഗാനം മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ കുറേ പണ്ടത്തെ മുതിർന്ന ആളുകളുടെ പേര് മാറ്റിക്കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. അവർ ചെയ്യേണ്ടത് ആദ്യം ഇതാണ്, നമ്മുടെ ഇങ്ങനെയുള്ള ഈ നിയമ വ്യവസ്ഥകൾ മാറ്റണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളത് അതൊക്കെ കുറയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. അതിനെതിരായി ഒരിത് വേണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയുക. എൻ്റെ അഭിപ്രായമാണിത്.